അതായത് ഞാൻ പഠിച്ച ഫീൽഡ് ഞാൻ പറഞ്ഞ പോലെ അഡിക്ഷൻ ആൻഡ് മെൻ്റൽ ഹെൽത്തും ഓട്ടിസം ആൻഡ് ബിഹേവിയർ സയൻസും ആയിരുന്നു. അപ്പം ഈ സെക്കൻഡ് പ്രോഗ്രാമിൻ്റെ ടൈമിൽ എനിക്ക് സാൽവേഷൻ ആർമി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസേഷൻ വെബ്സൈറ്റിൽ പോയി റെസിഡൻഷ്യൽ കൗൺസിലർ എന്നുള്ള ഒരു പൊസിഷൻ അപ്ലൈ ചെയ്തായിരുന്നു പാർട്ട് ടൈം. അപ്പോൾ അവിടെ പാർട്ട് ടൈം ആയിട്ട് ഞാൻ ആ സെക്കൻഡ് പ്രോഗ്രാമിൻ്റെ ടൈമിൽ റെസിഡൻഷ്യൽ കൗൺസിലർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ ഈ സെക്കൻഡ് പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് ഞാൻ ആ പാർട്ട് ടൈം സ്റ്റാറ്റസ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് അത് ഫുൾ ടൈം സ്റ്റാറ്റസ് ആയിട്ട് മാറ്റി. കാരണം നമ്മൾ അവിടെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇൻസൈഡ് ഫുൾ ടൈം ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമുക്ക് പ്രയോറിറ്റി തരും. അങ്ങനെ തന്നെ അവർ ഫുൾ ടൈം സ്റ്റാറ്റസിലോട്ട് മാറ്റി. അപ്പം എൻ്റെ ആ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത അപ്ലൈഡ് സ്റ്റാറ്റസിലെ അവേഴ്സ് മുതൽ എൻ്റെ പി ആറിലെ, അതായത് പി ആറിന് വേണ്ട അവേഴ്സിലോട്ടുള്ള റിക്വയർമെൻറ്റിലോട്ടുള്ള ഒരു അതായത് അതിലേക്ക് അവേഴ്സ് മീറ്റ് ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ടൈം അവിടെ വേസ്റ്റ് ചെയ്തില്ല. ആസ് സൂൺ ആസ് ഐ അപ്ലൈഡ് ഫോർ ദ വർക്ക് പെർമിറ്റ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ആ ഒരു അവേഴ്സും അവിടെ കിട്ടിയ അവേഴ്സ് എല്ലാം എനിക്ക് പി ആറിലോട്ട് കൗണ്ടായി. അപ്പം പെട്ടെന്ന് തന്നെ ഇപ്പം ഒരു 1.5 വർഷത്തെ പോയി, അതായത് ഒരു വർഷം നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ എനിക്ക് മാസ്റ്റേഴ്സും ഉള്ളത് കൊണ്ട് തന്നെ ഒരു കോമ്പറ്റേറ്റീവ് സ്കോർ ഉണ്ടായിരുന്നു. പിന്നെ സെൽഫ് ടിപ്പ് എഴുതിയപ്പം നല്ല തെറ്റില്ലാത്ത സ്കോറും കിട്ടി. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ ഫീൽഡ്, അതായത് ഈ സോഷ്യൽ സർവീസ് വർക്കർ വരുന്നത് 4201 ആണ്. അത് ഹെൽത്ത് കെയറിനകത്ത് വരുന്നത്, ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസ് ഫീൽഡിനകത്ത് കാറ്റഗറി ബേസ്ഡ് ഡ്രോയ്ക്കകത്ത് വരുന്ന. അപ്പോൾ എൻ്റെ സ്കോറ് ഏകദേശം ആ ഒരു അതായത് കട്ട് ഓഫ് വിളിച്ചതിന് മേളിലായിരുന്നു. അങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടി. അങ്ങനെ അതൊരു ദൈവത്തിൻ്റെ ഇടപെടലും ആകാനാണ് ചാൻസ്. കാരണം ഈ കാറ്റഗറീസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഓരോ വർഷവും അവർ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ലക്ക് പറഞ്ഞ പോലെ തന്നെ ഈ സോഷ്യൽ സർവീസ് ഫീൽഡിൽ, സോഷ്യൽ സർവീസ് അതായത് ഈ ജോലി ഇൻ ഡിമാൻഡ് ഫീൽഡിലാണ് ഇപ്പം കിടക്കുന്നത്. അപ്പം അതൊരു പ്രയോറിറ്റി ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അത് കാറ്റഗറി ബേസ്ഡ് ഡ്രോ കണ്ടക്ട് ചെയ്തപ്പം ഇൻവിറ്റേഷൻ കിട്ടി. അതാണ് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു വഴിയായത്.